മുഖ്യമന്ത്രി വി ഡി സതീശൻ ACV ചാനൽ അധികാരമേറ്റതിന് ശേഷം എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്വകാര്യ മേഖലയിൽ അതുപോലെ തന്നെ പൊതുമേഖലയിൽ എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കുകയുണ്ടായി. കേരളത്തിലെ ഓരോ ജനതയും കേട്ടിരിക്കുന്ന പുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. കേരളത്തിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ പുതുയുഗ കേരളത്തിന്റെ ഭാവിയും സാധ്യതകളും എന്ന വിഷയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പുതിയ ഒരു കേരളത്തെക്കുറിച്ചും ഒരു പുതിയ കാലത്തെക്കുറിച്ചും നമുക്ക് ആദ്യം സ്വപ്നം തന്നെ കാണാം. എന്നോട് പലരും സംശയം ചോദിക്കും, സ്വപ്ന പദ്ധതികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സ്വപ്നം മാത്രമായി അത് അവശേഷിക്കുമെന്നാണ് ചോദ്യം. സ്വപ്നം കാണാൻ കഴിയാത്തവർക്ക് ഒരു പദ്ധതിയും നടപ്പാക്കാൻ പറ്റും. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ചെയ്തത് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനമായ അധ്വാനമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ ഒരു രാജ്യം ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി കൈനീട്ടി നിന്ന ഒരു കാലത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി നമ്മുടെ രാജ്യത്തെ വളർത്തിയെടുക്കുന്നതിൽ ആ സ്വപ്നം കണ്ട മനുഷ്യന്റെ സംഭാവനകൾ വളരെ വലുതാണ്. ഞങ്ങളൊരു പുതുയുഗം എന്ന് പേരിട്ടത് ഒരു പുതിയ കാലത്തിലേക്ക് കേരളം പ്രവേശിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഈ പുതുയുഗ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയത് അധികാരം കിട്ടിയതിന് ശേഷമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കുമായിരുന്നു. ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമായിരുന്നു. സമീപനങ്ങളെ ചോദ്യം ചെയ്യുമായിരുന്നു. അപ്പോഴും നമുക്കൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുമായിരുന്നു. ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഉള്ള ശ്രമം കഴിഞ്ഞ 2 വർഷം മുമ്പേ ആരംഭിച്ചതാണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യ മേഖല എന്നിവയെ കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷം ആരംഭിക്കുന്നത്. ഞങ്ങൾ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, ഹെൽത്ത് കോൺക്ലേവ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം, എന്തായിരിക്കണം ആരോഗ്യ രംഗം? ഒരുപാട് സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ആ ഡോക്യുമെന്റുകൾ അവതരിപ്പിച്ചു. ആ ഡോക്യുമെന്റുകളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ അഭിനമിക്കുകയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു, കേരള മോഡൽ, കേരളം ഭയങ്കര സംഭവമാണ് എന്ന് നമ്മൾ ആയിരുന്നു, സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ വന്ന മിഷണറിമാർ, രാജാക്കന്മാർ, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ, അവരെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ഒരു 2 പതിറ്റാണ്ട് കാലമായി ഈ പഴയ മോഡൽ പറഞ്ഞ് അഭിനമിച്ചിരിക്കുകയാണ്. ലോകം മാറുകയാണ്, രാജ്യം മാറുകയാണ്, അയൽ സംസ്ഥാനങ്ങൾ മാറുകയാണ്. ഞാൻ പറയുന്നു, നമ്മൾ ആശയങ്ങളില്ലാത്തവരല്ല, നല്ല ആശയങ്ങളുള്ളവരാണ്. പക്ഷെ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താതെ വിവാദങ്ങളിൽ പെട്ടുഴന്ന് പരിപാടികൾ ചെയ്യാതെ പോകുന്നവരാണ്. ഇനി നമുക്കത് കഴിയില്ല. വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടായി എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ജനസംഖ്യയിലുണ്ടായ അത്ഭുതകരമായ മാറ്റമാണ്. എപ്പോഴും ജനസംഖ്യയെ ഹാർവാർഡിലെ ശാസ്ത്രജ്ഞനാണ്, എക്കണോമിസ്റ്റാണ് വിശേഷിപ്പിച്ചത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ളതാണ്. അതിന് യങ്സ്റ്റേഴ്സ് ആണ് അതിന്റെ കൺസ്ട്രക്റ്റീവ്, ക്രിയേറ്റീവ് പാർട്ട്. അത് 60-65% വരുന്ന യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരിക്കും രാജ്യത്തിനും സ്റ്റേറ്റിനും അവർ നൽകുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന പോർഷൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. എണ്ണം കുറവ് ഉള്ളവർ, മൈഗ്രേഷനാണ്, ബ്രെയിൻ ഡ്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ് കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്സ്, അല്ലേ? ഇവിടെ ആ പോപ്പുലേഷൻ, സീനിയർ സിറ്റിസൺസിന്റെ പോപ്പുലേഷൻ വലുതായിക്കൊണ്ടിരിക്കുക. പ്രൊജക്ഷൻ 2036 ആകുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ 38% ആവുന്നതാണ് പോപ്പുലേഷന്റെ സീനിയർ സിറ്റിസൺസ്. അതായത് അപ്പോൾ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന നാഷണൽ ആവറേജിന്റെ ഡബിളാണ് കേരളത്തിൽ.
നാഷണൽ ആവറേജ് 19 ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ കേരളത്തിൽ 38% ആകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ വിലയിരുത്തണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് അവർക്ക് വെൽഫെയർ നടത്താൻ വേണ്ടിയിട്ടല്ല. വെൽഫെയർ ഉണ്ടാവും അതിന്റെ പാർട്ടായിട്ട്. മേജർ പ്രോജക്ട് വെൽഫെയർ സിൽവർ ഇക്കോണമിയാണ്. സിൽവർ അറിയാലോ? ആരുമില്ല സിൽവർ. സിൽവർ ഇക്കോണമിയാണ്. അവരെ കൺസ്ട്രക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അവരെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു ഭാഗം ഉണ്ടാവും. അത് നമുക്ക് ജെറിയാട്രിക് കെയർ ഒക്കെ കൊടുത്ത് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാം. ഒന്ന് അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം, ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ വേണം, ഒരു ലീഗൽ ഗ്യാരണ്ടി വേണം. അതൊക്കെ ഉണ്ടാവും. ഇന്ത്യയിൽ ആദ്യമായി അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നിയമവും ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്ക് ഈ രാജ്യത്തിന് മോഡലായിട്ടുള്ള ഒരു നിയമം ഉണ്ടാവും. അത് ഗ്യാരണ്ടി, ലീഗൽ ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടാവും. അവരെ നല്ല ഒരു ശതമാനം ആളുകളെ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരും. അവരെ ഈ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജനറേഷനുമായിട്ട് അവരെ ലിങ്ക് ചെയ്യും. ഇവരുടെ എക്സ്പീരിയൻസ്, ഇവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിത പരിചയം പുതുതലമുറയ്ക്ക് പ്രചോദനമാകുന്ന തരത്തിൽ, സഹായമാകുന്ന തരത്തിൽ ആ പുതുതലമുറയുടെ ആശയങ്ങളെയും ഇതുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഇനി ഈ ബ്രെയിൻ ഡ്രെയിൻ വലിയ ഉണ്ടാകും സ്വാഭാവികമായി. പക്ഷെ വലിയ തോതിൽ ഉണ്ടാകുന്നത് എങ്ങനെ തടയാൻ പറ്റും? 2 കാര്യങ്ങൾ ചെയ്യണം. വിദ്യാഭ്യാസ രംഗത്താണ് ആദ്യം. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ്. ഫാസ്റ്റായിട്ട് മാറുകയാണ്. ഇപ്പൊ കണ്ടില്ല 800 പേരെ പിരിച്ചു ഒരു കമ്പനി. വൺ ഫൈൻ മോർണിംഗ് ചെന്നപ്പോ ജോലിയില്ല. കുറെ ജോലികൾ ഇല്ലാതാവുകയാണ്. പക്ഷെ കുറെ ജോലികൾ ഇല്ലാതാവുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പുതിയ ജാലകങ്ങൾ തുറക്കപ്പെടുകയാണ്, വാതിലുകൾ തുറക്കപ്പെടുകയാണ്, പുതിയ ജോലികൾ. അപ്പോൾ ഈ ജോബ് വേൾഡ് എന്ന് പറയുന്ന അത് നമ്മൾ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം. അതിനാണ് ഞങ്ങൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കിയത്. ഗവൺമെന്റ് എല്ലാ സെക്ടേഴ്സിലും എക്സ്പേർട്സുകളെ വെച്ചുകൊണ്ട് ലോകത്ത് തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കി അവർ പഠിക്കും. കമ്മിറ്റി ഫോർമേഷൻ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് വിവിധ സെക്ടറുകളിൽ. അവർ പഠിച്ച അവരുടെ രംഗങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിൽ രംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യും. ഗവൺമെന്റ് അതനുസരിച്ച് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യും. പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ആ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഇൻഡസ്ട്രിയായിട്ടും കോർപ്പറേറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടും. ഒരു സംശയം വേണ്ട. കാരണം ഇവർ അബ്സോർബ് ചെയ്യപ്പെടണം. ഇവരുടെ കോഴ്സ് ഈ അക്കാഡമിക് പ്രോഗ്രാം കഴിയുമ്പോൾ അവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ അത് നമുക്ക് ഇവിടെ ഉണ്ടാകും. അത് പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ടാകും. മൂന്നാമത്തെ പ്രശ്നം എന്താണ്? നമ്മുടെ ഇക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജിലാണ്. അറിയാലോ, വരുമാനത്തിന്റെ റവന്യൂ ഇൻകത്തിന്റെ 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. നോവേ ശമ്പളം, പെൻഷൻ, പലിശ. 100 രൂപ കിട്ടിയാൽ 23 രൂപയാണ്. ആ 23 രൂപ കൊണ്ട് വേണം ഡെവലപ്മെന്റ് നടത്താനും വെൽഫെയർ ആക്ടിവിറ്റി നടത്താനും. റോഡ് പണിയണം, പാലം പണിയണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. വെൽഫെയർ ആക്ടിവിറ്റീസ് ധാരാളം ഉണ്ട് അല്ലേ? മരുന്ന് മേടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. 100 രൂപ കിട്ടിയാൽ 23 രൂപ ചെലവാക്കാൻ പറ്റും. ഈ വണ്ടി ഇങ്ങനെ ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഓടും, പക്ഷെ ഇടിച്ചു നിൽക്കുക എവിടെയെങ്കിലും. അപ്പൊ ഒരു വെൽഫെയർ പ്രോജക്റ്റും നടക്കില്ല. കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. ഇടിച്ചു നിൽക്കട്ടെ എന്ന് വിചാരിച്ചു വിടാം, എനിക്കും വിടാം. ഞാൻ പോകണമെന്ന് ഞാൻ പോകട്ടെ, അവസാനിപ്പിക്കാം. പക്ഷെ കേരളത്തോട് ചെയ്യുന്ന അനീതിയാണ്. കുറച്ച് വൈകി, പക്ഷെ അധികം വൈകിട്ടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. അധികം വൈകിട്ടില്ല. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ടാക്സ് കൂട്ടിയിട്ടാണോ ഖജനാവ് നിറയ്ക്കുന്നത്? എത്രായിരം കോടി കടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് തന്നെ ടെൻഷനാവും. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്, 5 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് തീർക്കേണ്ടത് 87,000 കോടി രൂപയുണ്ട്. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, എന്നിട്ട് ടാക്സ് കൂട്ടിയില്ലല്ലോ? ടാക്സ് കൂട്ടലല്ല ഖജനാവ് നിറയ്ക്കാനുള്ള മാർഗം. അതൊരു തെറ്റായ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്.
ടാക്സിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കണം, ടാക്സ് കൂട്ടുകയല്ല. എന്താണ് ഇക്കോണമി രക്ഷപ്പെടുത്താനുള്ള മാർഗം? അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാകണം. നമ്മുടെ ട്രഷറിയുടെ ലീക്കേജ് അടക്കണം. നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ ഷോക്ക്ഡാണ്. എനിക്ക് കുറെ അറിയാമായിരുന്നു നേരത്തെ. ഇപ്പൊ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കേരളത്തിൽ പ്രോജക്റ്റുകൾ നടക്കുന്നത്? 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തീരുമാനിക്കുകയാണ് 2 കൊല്ലം കൊണ്ട് തീർക്കണം. 2 കൊല്ലം സ്ഥലം ഏറ്റെടുക്കൽ പോലും ഉണ്ടാവില്ല. 2 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം ആകുമ്പോൾ പ്രോജക്റ്റ് ചെയ്യും. അപ്പൊ 100 കോടി രൂപയുടെ പ്രോജക്റ്റിന് 1000 കോടിയാവും. ആരാ അക്കൗണ്ടബിൾ? ഇതൊരു പ്രൈവറ്റ് സെക്ടർ സ്ഥാപനമാണ് അല്ലേ? ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് ഇവരോട് 2 പേരോട് ഒരു അസൈൻമെന്റ് കൊടുത്തു. 1 വർഷം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞ ഒരു അസൈൻമെന്റ് കൊടുത്തു. 365 ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം അവരിത് ചെയ്ത് തീർത്തില്ലെങ്കിൽ അവരുടെ കാര്യം എന്തായിരിക്കും? സ്ഥിതി എന്തായിരിക്കും? അവരവരുടെ സബോർഡിനേറ്റ്സിനോട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറയും. ആര് ചെയ്യാതെ എന്തായിരിക്കും? അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും പ്രൈവറ്റ് സെക്ടറിൽ. ഗവൺമെന്റ് സെക്ടറിൽ നോ അക്കൗണ്ടബിലിറ്റി. 100 കോടിക്ക് തീരേണ്ട പരിപാടി 1000 കോടിക്ക് തീർന്നാലും ആരും അക്കൗണ്ടബിൾ അല്ല. ഒരാളും അക്കൗണ്ടബിൾ അല്ല. ആരുടെ പൈസയാണ് പോകുന്നത്? ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണമാണ് ഇങ്ങനെ ചെലവായി പോകുന്നത്. അവിടെ നമുക്ക് പ്രോജക്ട് മാനേജ്മെന്റിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. സമയബന്ധിതമായി പദ്ധതികൾ തീർക്കാനുള്ള പരിപാടികൾ ഉണ്ടാകും. അവിടെ തന്നെ നമുക്ക് കോടികൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാന മാർഗം എന്താ? ഇക്കോണമിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം, ഉത്തേജിപ്പിക്കും. എങ്ങനെ ചെയ്യാൻ പറ്റും? കയ്യിൽ പൈസ ഉണ്ടോ? ഉത്തേജിപ്പിക്കാൻ നിക്ഷേപം വേണം. സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. കേരള മത്സരം സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം മുഴുവൻ മാധ്യമങ്ങൾ എല്ലാവരും കൂടി പറയാണ് സ്വകാര്യവൽക്കരിക്കുന്നു, സ്വകാര്യവൽക്കരിക്കുന്നു. കേരളം മുഴുവൻ ആര്? എന്റെ ബജറ്റിൽ ഒരു വാക്കുപോലും ഇല്ല സ്വകാര്യവൽക്കരിക്കുന്നതിന്. ഒരു സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കുന്നു പറഞ്ഞിട്ടില്ല. പബ്ലിക് സെക്ടറിലുള്ള ഒരു വാചകം പോലും ഉണ്ടായിരുന്നില്ല ബജറ്റിൽ. പക്ഷേ കേരളത്തിലെ മീഡിയയും കേരളത്തിലെ ഒരു സമൂഹവും പറഞ്ഞു എല്ലാം സ്വകാര്യവൽക്കരിക്കും. ഞാൻ വന്നിരിക്കുന്നതിന്റെ അതിനാന്ന് പറഞ്ഞു. ഒരു സെന്റൻസ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ അല്ല. KSRTC 2000 കോടി രൂപ നഷ്ടത്തിൽ ഓടുന്നു. KSCB നഷ്ടത്തിലായിരുന്നു. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ. അതിനൊന്നും ഒരു റിനോവേഷൻ വേണ്ടേ? റീകൺസ്ട്രക്ഷൻ വേണ്ടേ? ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. ഞാൻ ചോദിച്ചു, നിയമസഭയിൽ ചോദിച്ചു, എത്ര എഞ്ചിനീയറിംഗ് കോളേജാണ്? ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന പയ്യന്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന പയ്യന് ഈ പബ്ലിക് സെക്ടറിൽ എവിടെ ഇപ്പൊ ജോലി കിട്ടുന്നത്? എന്നിട്ട് പറയും പബ്ലിക് സെക്ടറൊക്കെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ പോവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല. നന്നായി പോകണം, സെൽഫ് റിലയന്റ് ആവണം. അവര് സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിൽക്കും. അത് അവിടെ നിൽക്കും. ഒന്നും സ്വകാര്യവൽക്കരിക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാനുള്ള തടസ്സം നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ്, സ്ഥലത്തിന്റെ പരിമിതിയാണ്, ഇല്ലേ? ജനസാന്ദ്രതയാണ്. കിഴക്ക് മുഴുവൻ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ആക്ട്. ഇങ്ങോട്ട് പോയാൽ പാഡി ലാൻഡ് ആക്ട്, അപ്പുറത്തോട്ട് പോയാൽ CRZ. കേരളത്തിന്റെ മിക്കവാറും ഭൂപ്രദേശങ്ങൾ മുഴുവൻ റെഗുലേറ്റഡ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് ഭൂമിയല്ലോ. അപ്പൊ നമ്മുടെ സാധ്യതകൾ എന്താണ്? ആ സാധ്യതകളെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ 600 കിലോമീറ്റർ കടലുണ്ട്, അല്ലെ? 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്, 18 മിനി പോർട്ട് ഉണ്ട്. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കേരളത്തിലെ തന്നെ ഒരു പോർട്ട് സിറ്റിയാക്കി, തുറമുഖ നഗരമാക്കി മാറ്റണം എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നതുല്യമായ ഈ സർക്കാരിന്റെ പദ്ധതി. അതാക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ നേരത്തെ തുടങ്ങി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാരിടൈം എക്സ്പേർട്സുമായി, ഷിപ്പിംഗ് എക്സ്പേർട്സുമായി സംസാരിച്ചു. അതിൽ പലരും ഞങ്ങളോട് പറഞ്ഞു, ഇത്രയും ഒരു പദ്ധതി നടപ്പാക്കാൻ ലോകത്ത് കേരളം പോലും സ്ഥലമില്ലല്ലോ. നടപ്പാക്കണ്ടേ? വിവാദങ്ങൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ കൺവെൻഷനായി പോയിക്കൊണ്ടിരിക്കുന്ന
രീതികളിൽ നിന്ന് മാറ്റമുണ്ടാകുമ്പോൾ കേരളത്തിലൊരു ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിലുണ്ടായിക്കൊണ്ട് അതിൽ കൃത്യമായ നിരീക്ഷണം നടത്തി തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അപ്പൊ കറക്റ്റ് ചെയ്യും. നോ ഡൗട്ട്. ആര് ചൂണ്ടിക്കാണിച്ചാലും കറക്റ്റ് ചെയ്യും. തെറ്റാണെന്ന് ബോധ്യമാണ്. പക്ഷെ ബഹളമുണ്ടാക്കി, വിവാദമുണ്ടാക്കി, ചൊറിച്ചിലുണ്ടാക്കി ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മാറും. ഞങ്ങളത് ആസ്വദിക്കും. നമ്മളത് ആസ്വദിക്കും. പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുപോകണം. അതിന് ചിലപ്പോൾ ബോൾഡായ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും, ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ എടുത്ത് പോയേ പറ്റുള്ളൂ കേരളം. നോ കോംപ്രമൈസ് അക്കാര്യത്തിൽ. സ്വകാര്യ നിക്ഷേപങ്ങൾ വരും, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവും, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവും. ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയ ആളുകൾ ഈ പോളിസി ഡിക്ലെയർ ചെയ്തപ്പോൾ വന്നു തുടങ്ങി. 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട് കേരളത്തിൽ. ചെറിയ പ്രോക്സിമിറ്റി ഇല്ലേ? അതൊരു ഏവിയേഷൻ ഹബ്ബാകണം. ഞങ്ങൾ 27 പ്രോജക്റ്റും തയ്യാറാക്കിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. അവിടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഉണ്ടാകണം, പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകണം, ഏവിയേഷൻ ക്രൂവിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റണം. 27 പ്രോജക്റ്റുകൾ ഏവിയേഷൻ ഹബ്ബാകും. ലോകത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവള കമ്പനികൾ വരുന്നുണ്ട് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. വരുന്നുണ്ട്. വന്ന് ഞങ്ങൾ സംസാരിച്ച് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് പൈസ ഇല്ലല്ലോ കയ്യിൽ. നമുക്ക് പല കാര്യങ്ങൾ, പല ഇക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കണം. പല ഇക്കണോമിക്, ചില സ്ഥലത്ത് നമുക്ക് സ്ഥലം കൊടുക്കും. സ്ഥലമാണ് നമ്മുടെ ഇക്വിറ്റി. നടന്നു പോകാനുള്ള സംഭവങ്ങൾ വേണം. അപ്പൊ പോർട്ട് സിറ്റി ഉണ്ടാവും, ഏവിയേഷൻ ഹബ് ഉണ്ടാവും, നോളജ് ഇക്കോണമി, നോളജ് വാലി ഡിക്ലെയർ ചെയ്യും. എന്താ ഉദ്ദേശിക്കുന്നത്? ലോകത്തിലെ യൂണിവേഴ്സിറ്റി, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരണം, സെന്ററുകൾ കേരളത്തിൽ. അതിന് നിയമങ്ങൾ ഭേദഗതി ചെയ്യും, സംശയം വേണ്ട. ലോകത്തിലെ ലെഗസി യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസുകൾ കേരളത്തിലുണ്ടാവും. നമ്മൾ ചർച്ച തുടങ്ങി യൂണിവേഴ്സിറ്റികളുമായി. അവര് വരട്ടെ, നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിക്കട്ടെ. പുറത്തുനിന്നും കുട്ടികൾ വരും ഇവിടെ പഠിക്കാൻ, അതർ സ്റ്റേറ്റിൽ നിന്നും കുട്ടികൾ വരും പഠിക്കാൻ. എഡ്യൂക്കേഷന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ്. ആ ശ്രമം ഉണ്ടാവും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പോർട്ട് സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിന്റെ കൂടെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം. കൊച്ചിൻ പോർട്ടിന് 10 ഏക്കർ കൊടുക്കാൻ പോകണം. അവിടെ ക്രൂയിസ് ടെർമിനൽ ഉണ്ടാവും. ക്രൂയിസ് ഷിപ്പ് കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും ഉണ്ടാവും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉണ്ടാവും. ആളുകൾ യാത്ര ചെയ്ത് ഇപ്പൊ യൂറോപ്പിൽ പോകണം, ഒരു ക്രൂയിസ് ഷിപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും കടൽ കിടന്നിട്ട് നമുക്കിവിടെ സൗകര്യമില്ല. ആളുകൾ ഇങ്ങോട്ട് വരട്ടെ. വിദേശത്ത് പോകാതെ ഇന്ത്യയിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി വരട്ടെ. നമുക്ക് റിവർ ക്രൂയിസ് ഉണ്ടാവും. ഈ പോർട്ട് സിറ്റിയുമായി ബാക്ക് വാട്ടറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ടൂറിസത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമുക്ക് ബീച്ചുണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. ഈ ചെറിയ അകലത്തിൽ, ചെറിയ യാത്രയിൽ വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളം. ഞങ്ങൾ ഓഷ്യൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ, സിംഗപ്പൂരും സിഡ്നിയിലും മാത്രമേ കടലിൽ നമ്മൾ തുടങ്ങാനുള്ള സംരംഭം ആരംഭിച്ചു. ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ഉണ്ടാവും കേരളത്തിൽ. എന്തിനാണ് മാരിടൈം മ്യൂസിയം? നമുക്കൊരു മാരിടൈം ഹിസ്റ്ററി ഉണ്ടല്ലേ. പോർച്ചുഗീസുകാർ 1498 വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, കുഞ്ഞാലിമരക്കാർ അവർ വേണ്ടി യുദ്ധം ചെയ്തു കടലിൽ തുടങ്ങിയ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ മാരിടൈം ഹിസ്റ്ററി അൺവൈൽ ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു മാരിടൈം മ്യൂസിയം കേരളത്തിലുണ്ടാവും. അത് കാണാൻ പുറത്തുനിന്ന് ആളുകൾ വരും, റിസർച്ച് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ. അത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ആ മാരിടൈം മ്യൂസിയം വരുന്നത്. ഫിലിം സിറ്റി ഉണ്ടാവും. എല്ലാ രംഗത്തെയും ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതാണ് ഇക്കോണമിയെ ചലിപ്പിക്കുക. പോർട്ട് വേണം, എയർപോർട്ടിന്റെ കാര്യങ്ങൾ വേണം, അതുപോലെ നോളജ് രംഗത്ത് മാറ്റമുണ്ടാകണം. ഒരുപാട് സ്പേസ് ഇക്കോണമി കേരളത്തിലല്ലായിരുന്നോ തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെന്റർ തുടങ്ങിയത്? അവിടെ നമുക്കിപ്പോ അത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടിയുള്ള പോളിസി ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അത് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും, സ്പേസ് ഇക്കോണമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ നമുക്കുള്ള സാധ്യതകളെ പ്ലാന്റേഷൻസ് കൂടാണ് കുട്ടികളൊക്കെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ നമുക്ക് മാറ്റം ഉണ്ടാക്കണം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ചെയ്യും.
അവക്കാഡോ, റംബുട്ടാനൊക്കെ ചെയ്യും ഇല്ലേ? സെയിം ക്ലൈമറ്റ് ആണ് കേരളത്തിൽ. ഈ അവക്കാഡോയും റംബുട്ടാനും കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ മൾട്ടി ക്രോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റേഷൻ അനുമതി കൊടുക്കുന്ന നിയമനിർമ്മാണം വരും. അതാണ് ലാൻഡ് റീഫോംസ് 2 പറഞ്ഞത്. അന്നത്തെ ഭൂപരിഷ്കരണം നല്ലതായിരുന്നു. ഇപ്പൊ അത് കാലാനുസൃതമായി ആ നിയമങ്ങളിൽ മാറ്റമുണ്ടാകണം. അവിടെ ടൂറിസം പ്രോജക്റ്റുകൾ വരട്ടെ. കുറച്ചുകൂടി സ്ഥലം അവർക്ക് ടൂറിസം, എക്കോ ടൂറിസം. ആ സിസ്റ്റത്തിന് കണ്ടീഷണലാണ് എക്കോ ടൂറിസം. ആ സിസ്റ്റത്തിനും അവിടുത്തെ എക്കോ സിസ്റ്റത്തിനൊന്നും തകരാറ് വരാതെ എക്കോ ടൂറിസം ഉണ്ടാകുന്ന എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അവിടേക്ക് ഈ ടൂറിസ്റ്റുകൾ വരട്ടെ. നമ്മൾ ഈ ഫുഡ് പ്ലാന്റ്സ് നമുക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ കൂടി വെക്കാം. ഈ ഉണ്ടാകുന്ന ഫുഡ് പ്ലാന്റ്സിന്റെ വാല്യൂ അഡീഷൻ തുടങ്ങാനുള്ള സ്ഥാപനങ്ങൾ അവർ തുടങ്ങണം. ഞാൻ പണ്ട് ഫിലിപ്പൈൻസിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് കിട്ടി. ഭയങ്കര വെൽ പാക്ക്, അതിമനോഹരമായ പാക്ക്. തുറന്നു നോക്കി, ഗംഭീര സാധനം. എന്താ പറയുക, ചക്കച്ചോളം. അത് ഒന്ന് വാല്യൂ ആഡ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട്. വർഷങ്ങൾക്ക് മുമ്പാ നമ്മളിവിടെ വീണ് പോവാണ്, ചക്ക വീണ് പോയിട്ട് വേറെ വഴിക്ക് പോവാണ്. നമുക്ക് എന്തെല്ലാം സാധ്യതകളെ പ്രയോജനപ്പെടുത്താം ഇല്ലേ? ആ വഴികളിലൂടെയാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. അത് ഓരോ സെക്ടറിലും അറിവുള്ള ആളുകളുമായി നിരന്തരമായി ഡോക്ടർ മാർത്താണ്ഡപിള്ള ഇരിക്കുന്നു. ഹെൽത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആകാം കേരളം. നമുക്ക് നല്ല റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് തുടങ്ങാം. ഹോളിസ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കാം. ഡോളറും പൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ചീപ്പാണ് നമ്മുടെ പൈസ. അവരിവിടെ വരട്ടെ, നല്ല സ്ഥാപനങ്ങൾ തുടങ്ങട്ടെ. ഡോക്ടറെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പോവാണ്. പുതിയ സ്ഥാപനങ്ങൾ കൂടി തുടങ്ങാൻ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ ആളുകൾ വരും. നല്ല വെൽനസ് സെന്റേഴ്സ് വരട്ടെ, സീനിയർ സിറ്റിസൺസ് പ്രത്യേക സംവിധാനങ്ങൾ വരട്ടെ, ഹോസ്പിറ്റൽസ് വരട്ടെ, ഒരുപാട് സ്ഥാപനങ്ങൾ വരട്ടെ. അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉള്ള നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ചെയ്യാൻ കുട്ടികളെ തയ്യാറെടുപ്പിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പർ തുടങ്ങാം. കൂടുതൽ സയൻസിനോടും മാത്സിനോടും ഒക്കെ കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കി കൊടുക്കുന്ന തരം. അതാണ് നമ്മുടെ സ്വപ്നത്തിലെ പുതിയ യുഗ കേരളം. ഇനി ഡിക്ലറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇലക്ഷന് മുമ്പും പറഞ്ഞു, ഇലക്ഷന് ശേഷവും പറഞ്ഞു. ഇനി ഡെലിവറിയാണ്. ഓരോന്നിനും കൃത്യമായി അതിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡാറ്റ ഡ്രിവൺ ഗവർണൻസ്. ഇപ്പൊ ഞങ്ങളൊരു 100 ദിന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന 500 ദിനം പദ്ധതിയുണ്ട്. അതൊരു പോർട്ടലാണ്. കേരളത്തിന്റെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ നടത്തുന്ന ഒരു പബ്ലിക് പോർട്ടലാണ്. മീഡിയക്ക് കയറി നോക്കാം, പബ്ലിക്കിന് കയറി നോക്കാം. ഓരോ പ്രോജക്റ്റും തീർന്നു കഴിഞ്ഞാൽ ഗ്രീനാണ്, കളർ കോഡാണ്. ഇടയിലാണെങ്കിൽ ആംബറാണ്, ഓറഞ്ച് കളറാണ്. ഉടങ്ങിയിട്ടില്ലെങ്കിൽ റെഡ് കളറാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എങ്ങനെയാണ് ഇത് പോകുന്നത് എന്ന് ജനം അറിയട്ടെ. ട്രാൻസ്പെറന്റ് ആകട്ടെ. നല്ല കോൺഫിഡൻസ് കൊടുക്കാം. ഇത് ഒരാൾക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ടീം ബിൽഡ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ചെയ്യട്ടെ, അവർ വന്ന് അത് പരിശോധിക്കട്ടെ, ജനങ്ങൾ പരിശോധിക്കട്ടെ എന്താണ് നടക്കുന്നത് കേരളത്തിൽ. ഞാൻ കരുതുന്നത് ജനങ്ങളുടെ പരിശോധന നടക്കും, മാധ്യമങ്ങളുടെ പരിശോധന നടക്കുമ്പോൾ ആ പദ്ധതികൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് കൃത്യമായി തീർക്കാൻ പറ്റും. ആദ്യത്തെ പരീക്ഷണമാണ്. 500-ലധികം പദ്ധതികൾ 100 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റുന്നത് ചാലഞ്ച്. ഞാൻ 20 ദിവസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യാണ് പ്രോജക്റ്റുകളെല്ലാം. 20 ദിവസം, 100 ദിവസമല്ലല്ലോ, 5 പ്രാവശ്യം. 5-മത്തെ ഇല്ല, 4-മത്തെ വരെയുള്ളൂ. 80 ദിവസം വരെ. 5-മത്തെ ദിവസം ജനങ്ങളോട് പറയുന്നത് ഇത്രയും തീർത്തു എന്ന്. അതൊരു ചാലഞ്ചാണ്, ഒരു പരീക്ഷണമാണ്. അത് പൂർണ്ണമായി വിജയിച്ചാൽ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് അതിന്റെ ഒരു ഡെലിവറി ഉണ്ടാവും. പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളുടെ ഡെലിവറി ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും, ആളുകൾ ഇവിടെ വരും. ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ചുള്ള വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾക്ക് ഗൗരവം, ഞാൻ പറഞ്ഞത് ഗൗരവമായി പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിലൊക്കെ തെറ്റൊക്കെ വരും. മനുഷ്യന് തെറ്റൊക്കെ വരും. ഞാൻ എപ്പോഴും പറഞ്ഞു, തെറ്റുപറ്റി തിരുത്തിയാൽ അപ്പൊ തന്നെ വേറെ പുതിയ വാക്കാണ് യൂട്ടേൺ. തെറ്റുപറ്റി തിരുത്താനും പാടില്ല കേരളത്തിൽ. ആ തെറ്റുമ്പോൾ പിടിച്ച് തൂങ്ങി ഊഞ്ഞാലാണ്. അതാണ് കുറെ പേര് ആഗ്രഹിക്കുന്നത്. തെറ്റാണെന്ന് പറഞ്ഞിട്ട് തെറ്റാണെന്ന് മനസ്സിലായാലും അതിനെ കിടന്ന് ഊഞ്ഞാലാണ്. തെറ്റ് തിരുത്തിയാൽ അപ്പൊ തന്നെ മാധ്യമങ്ങൾ പുതിയ വാക്കാണ് യൂട്ടേൺ അടിച്ചു.
തെറ്റുകൾ തിരുത്തണ്ടേ? മനുഷ്യരല്ലേ, കുടുംബത്തിലൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? പിതാവെന്ന നിലയിൽ, പിതാക്കൾ എന്നുള്ള നിലയിൽ, മക്കൾ എന്നുള്ള നിലയിലൊക്കെ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ തെറ്റ് പറ്റിയാൽ കറക്റ്റ് ചെയ്യും. അപ്പൊ അതിന് വേറെ തരത്തില് വ്യാഖ്യാനിക്കും. അതിലൊന്നും ഈടിയില്ല. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റ് കാണിച്ചില്ലെങ്കിൽ ഒരവസരം പിന്നെ കേരളത്തിൽ ഉണ്ടാവില്ല. അത് തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത്. ആ തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് വേണ്ടി, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഉറപ്പായി ഒരു പുതിയുഗ കേരളം നമ്മളെല്ലാവരും ചേർന്ന്, ഞങ്ങൾ സർക്കാർ മാത്രമല്ല, നമ്മളെല്ലാവരും ചേർന്ന് സൃഷ്ടിക്കുക തന്നെ. ആ കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, കറക്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ അതിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. Thank you, sir. സാധാരണ മനുഷ്യർ അസാധാരണ has happened earlier and definitely given quite a lot of input to the government as to its functioning and improvement. This present government, particularly Sri V. Sadishan, have been part of the preparations this government has done, even when it was in opposition. At least the health sector, I can say, for a period stretching for 6 months, lot of deliberations have happened to evolve a health policy and a plan of action. And I'm sure that in every other segment, this process has taken place. And so, we have a government which is really motivated as a real plan for growth of our state, and we are definitely very hopeful. Although a government which has done so much of homework, it has taken the office. Programs like this, as per Kerala Edition 5, definitely can give a lot of feedback to the government. Newer areas, new suggestions, and lateral thinking and need of the state can definitely be pointed out so that this will collectively contribute for the better functioning of the government and development of the state. And not only that, this also is avenue through which we get exposed to government programs which he has already mentioned on various areas, and we can be part of this. We have to own whatever good is going to happen and be part of it and promote it, and that way this program definitely carries a lot of meaning. And I once again take this opportunity to thank you for inviting me for this program. All the best. Thank you. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, ഏഷ്യനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് വൈസ് ചെയർമാൻ ശ്രീ ജി ശങ്കരനാരായണൻ, MD and CEO ശ്രീ മൂർത്തി ചരന്തി, ഡോക്ടർ പത്മശ്രീ മാർത്താണ്ഡപിള്ളി, എൻ്റെ മറ്റ് സഹപ്രവർത്തകരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, ബിസിനസ് ലീഡേഴ്സ്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ